ഉചിതമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ആഴ്ചകളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും കൂടി വരുന്നത് പോലെ ആളിൽ ഒരാൾ പോലും കുറഞ്ഞു പോകാതെ, അതായത് സമയത്തിൻ്റെതായും അതായത് തിരക്കിൻ്റെ അല്ല, നമ്മിൽ നിന്ന് ആരും മാറ്റപ്പെട്ടു പോകാതെ ദൈവമായ കർത്താവ് ഒരു പ്രാവശ്യം കൂടി നമ്മെ എല്ലാവരെയും കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ലോകമെല്ലാം വളരെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ ഭക്തന്മാരായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദേശത്തിന്റെ, രാജ്യത്തിന്റെ, അതേപോലെ തന്നെ നമ്മുടെ എല്ലാം പല ഭാഗങ്ങളിൽ പല രാജ്യത്ത് നമ്മുടെ ദേവദാസൻ ബിജുപാസുണ്ട്, ബിസാറുണ്ട്, അവരെല്ലാം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെയും ആയിരിക്കുമ്പോൾ അവിടെ എല്ലാം ദൈവമായ കർത്താവ് നമ്മെ കരുതുകയും കാവൽ ചെയ്യുകയും ചെയ്യുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും ഹല്ലേലൂയ, സ്തോത്രം, മതി വരത്തില്ല ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ, നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. നമ്മൾ ക്ഷീണവും പ്രയാസവും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മൾ ചില നിമിഷങ്ങൾ ഏതാണ്ട് 1 മണിക്കൂറോളം ദൈവത്തിൻ്റെതായിരിക്കുന്ന സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം നാം തുടർമാനമായി ചെയ്യുന്നത് പോലെ സങ്കീർത്തനത്തിൻ്റെതായ ഭാഗങ്ങൾ വായിച്ച് നമ്മോട് ദൈവികമായ ആലോചനകളും ഇടപാടുകളെ കുറിച്ചും ദൈവത്തിൻ്റെതായിരിക്കുന്ന അഗാധമായ ആ ചിന്തകളെ കുറിച്ചും നമുക്ക് എന്താണ് ഇന്ന് രാത്രികാലം കേൾക്കാനുള്ളതെന്ന് ദേവദാസൻ കൂടി കേൾക്കുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി ദേവദാസൻ രാജേഷ് സങ്കീർത്തനം വായിച്ച് ഇന്ന് രാത്രികാലം പ്രബോധിപ്പിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവർക്കും ക്രിസ്തുയേശുനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ 2023 വർഷം ഡിസംബർ മാസത്തെ 1-ാമത്തെ ഞായറാഴ്ച സന്ധ്യാസമയം നമുക്കിങ്ങനെ കൂടുവാൻ ബ്ലസ് മീഡിയയുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കർത്താവ് നമുക്ക് നൽകിയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്നലെ മുതൽ ഇവിടെ കറണ്ടില്ല, ബാറ്ററിയിൽ ചാർജും കുറവാണ്, കറണ്ടും ഇല്ല. എന്നാൽ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നൽകുന്ന സാവകാശനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സങ്കീർത്തന വായനയ്ക്കായി ദൈവാത്മാവ് എനിക്ക് പ്രേരണ നൽകിയ ഭാഗം സങ്കീർത്തനങ്ങൾ 119 ഏറ്റവും അവസാനത്തെ ഭാഗം 169 വാക്യം മുതൽ 176 വാക്യം വരെ, അവസാനത്തെ 8 വാക്യങ്ങൾ മാത്രം. സമയത്തിന് കുറവും മാത്രമല്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ടും അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനങ്ങൾ 119 അതിൻ്റെ 169 വാക്യങ്ങൾ മുതൽ. യഹോവേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. അങ്ങയുടെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. അങ്ങയുടെ വാഗ്ദാനപ്രകാരം എന്നെ വിടുവിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നതുകൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. അങ്ങയുടെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കിയാൽ എൻ്റെ നാവ് അങ്ങയുടെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. അങ്ങയുടെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കിയാൽ അങ്ങയുടെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ അങ്ങയുടെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. അങ്ങയുടെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു. അങ്ങയെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. അങ്ങയുടെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമേ. അങ്ങയുടെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. സ്തോത്രം. കർത്താവ് നമുക്ക് നൽകിയ സംഗീതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഈ പ്രാർത്ഥന, ഇന്നത്തെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താദാസ ഗോപനായി സ്തോത്രം ചെയ്യുന്ന മറ്റുള്ള എല്ലാ ദേവദാസന്മാർക്കായി, രാജൻ പാസ്റ്ററിനായി, സനോജ് പാസ്റ്ററിനായി, ലിജുമോൻ പാസ്റ്ററിനായി, ജോസ് പാസ്റ്ററിനായി, മറ്റുള്ള എല്ലാവരെയും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് ഈ 12-ാം മാസവും നിങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെയും ദൈവസഭകളെയും അതുപോലെ ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെയും കർത്താവത്തോളം കർത്താവ് സഹായിച്ചു, അനുഗ്രഹിച്ചു, ഉള്ളെങ്കിൽ വഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അധ്വാനിക്കാൻ നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരമായും യേശുക്രിസ്തു നാമത്തിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധാരാളമായി കർത്താവ് വർദ്ധിപ്പിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയും സ്തോത്രം ദൈവസന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. വായിച്ച സങ്കീർത്തന ഭാഗം 119-ാം സങ്കീർത്തനം നമുക്ക് എസ്ര ശാസ്ത്രി എഴുതിയൊരു സങ്കീർത്തനമാണ്. സ്തോത്രം. ആ സങ്കീർത്തനങ്ങൾ എസ്ര ശാസ്ത്രി എഴുതിയതും എസ്രയുടെ പുസ്തകം മാത്രം നെഹമ്യയുടെ പുസ്തകം, അതുപോലെ ദിനവൃത്താന്ത പുസ്തകം 2-ാം ഭാഗം, ഈ ഏകദേശം 3 പുസ്തകങ്ങൾ എസ്ര ശാസ്ത്രി എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഭാഗം ഇതിനകത്തിൻ്റെ അവസാനത്തെ വാക്യമായിരുന്നു. സങ്കീർത്തനത്തിൻ്റെ ഈ അവസാന ഭാഗം
176 വാക്യം, കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ, അങ്ങയുടെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ഈ സങ്കീർത്തനത്തിൽ ഇത്രയും 176 സങ്കീർത്തനങ്ങളിൽ 8 വാക്യം വെച്ച് ഭാഗമായി തിരിച്ചിരിക്കുക. അതിൽ പലതവണയും അങ്ങേ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ ഞാൻ പ്രമോദിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായവിധികളിൽ പ്രമാണങ്ങളിൽ ദൈവത്തിൻ്റെ വിധികൾ ഞാൻ രസിക്കുന്നു എന്നൊക്കെ ശാസ്ത്രി എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എസ്രാ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. താൻ ജനിച്ചു വളർന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ബാബിലോണിലായിരുന്നു. പ്രവാസികളായിത്തീർന്ന ഇസ്രായേൽ മക്കളെ അവരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവിടെ ആണ് താൻ്റെ വളർച്ച ഉണ്ടായത്. എന്നാൽ അവിടെയുള്ള കൊട്ടാരങ്ങളുടെ മഹിമകൾ കണ്ടും ബാബിലോണിയ സംസ്കാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നും തന്നെ ഏശാതെ തൻ്റെ പിതാക്കന്മാരിൽ ലഭിച്ച, അതായത് ഇസ്രായേൽ ജനത്തെ 40 ലക്ഷം ജനത്തെ പിടിവിച്ച ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, ദൈവം മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ച് ആ കർത്തൃദാസൻ ആ ജാതീയ രാജ്യത്തിൽ വർഷങ്ങളോളം ജീവിച്ച് മടങ്ങി വരുന്ന ഒരു അനുഭവമാണ് എസ്രയുടെ പുസ്തകം. തന്നോടുകൂടെ അല്പജനം മാത്രം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പോയ ഇസ്രായേൽ മക്കളിൽ 3/4 മാത്രമേ 3 തവണയായിട്ട് അവർ ഇസ്രായേലിലേക്ക് മടങ്ങി വന്നുള്ളൂ. 1/4 ജനത്തിന് അവിടുത്തേതായ ലൗകിക ജീവിതങ്ങൾ അവരെ സ്വാധീനിച്ചു. അവരുടെ വലിയ കെട്ടിടങ്ങൾ, അവരുടെ ബിസിനസ്, അവരുടെ വിദ്യാഭ്യാസം എല്ലാം അവരെ സ്വാധീനിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഈ കർത്തൃദാസൻ പറയാണ്, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ മറക്കാതെ പിടിച്ചു നിന്നു, കൃപയാൽ ദൈവം എന്നെ നിർത്തി. എന്നാൽ തെറ്റിപ്പോയ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് താൻ പറയുന്ന അവസാനം, കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. താൻ സമ്മതിക്കേണ്ട ഒരു ശാസ്ത്രിയാണ്. അന്നത്തെ കാലത്തെ പഴയ നിയമത്തിൻ്റെ വചനങ്ങളെ എഴുതി കോപ്പികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ശാസ്ത്രിമാരുടെ. താൻ വിദഗ്ധനായ ശാസ്ത്രിയാണ് എന്നാണ് ദൈവവചനം തന്നെ, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെക്കുറിച്ച് പറയുന്നത്. വിദഗ്ധനായ ഒരു ശാസ്ത്രി. വിദഗ്ധത എന്ന് പറയുന്നത് ദൈവാത്മാവ് ഉദ്ദേശിച്ചത് താൻ PhD എടുത്തുകൊണ്ടല്ല, വർഷങ്ങളോളം എഴുതി വന്ന പരിചയമല്ല. അവിടെ പറയുകയാണ്, താൻ ഒരു കാലത്തിന് വേണ്ടി മനസ്സ് വെച്ചത് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ, അത് ഇസ്രായേൽ ഉള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് തനിക്കുണ്ടായിരുന്നു. സ്തോത്രം. അപ്പം ദൈവത്തെ ഭയപ്പെട്ട് ഏത് സാഹചര്യങ്ങളും ഏത് രാജ്യത്തായാലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ശരി, ഉണ്ടാകും. നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിൽ ജനിച്ച് വളർന്ന നമ്മുടെ സ്വന്തം മക്കൾ പോലും തെറ്റിപ്പോകുന്ന അനുഭവങ്ങളുണ്ട് ആയിരിക്കും. പക്ഷേ എന്നാലും തെറ്റാതെ സ്വന്തം താൻ പറയാൻ തെറ്റിപ്പോയ അനുഭവമുണ്ട്. അതുകൊണ്ട് താൻ പറയുന്നത്, പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഞാൻ കാണാതെ പോയ ആടിനെ പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, എന്നെ അന്വേഷിക്കണമേ. കാരണം ഞാൻ അങ്ങയുടെ വചനങ്ങളിൽ ഞാൻ പ്രമോദിക്കുന്ന മനുഷ്യനാണ്, ഞാൻ അങ്ങയുടെ വചനത്തിൽ രസിക്കുന്ന മനുഷ്യനാണ്, ഞാൻ അങ്ങയുടെ വചനങ്ങൾ മാറിപ്പോയിട്ടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും തെറ്റിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, വഴുതി വീണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം താങ്ങുന്ന ഒരു സ്വദൈവത്തിൽ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യനെയാണ് കർത്താവ് സ്വന്തം ഒരു കൂട്ടം ജനത്തെ തന്നോട് കൂടെ അയച്ച് അവർ പ്രവാസത്തിൽ വിടുവിക്കപ്പെട്ട് അവർ സ്വന്തം രാജ്യമായ ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്നത്. വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം ഇന്ന് പകൽ ഞങ്ങൾ പോയ സഭയിലും പ്രസ്താവിച്ചൊരു കാര്യം, അവിടുത്തെ പാസ്റ്ററും പറഞ്ഞൊരു കാര്യം കൂടി ചേർത്ത് ഇപ്പോൾ ഞാൻ പങ്കുവെച്ചോട്ടെ. എസ്രാ ശാസ്ത്രിയുടെ അല്ലെങ്കിൽ എസ്രായുടെ പുസ്തകം 10 അധ്യായമുണ്ട്. ദേവദാസന്മാർക്കും ദൈവമക്കൾക്ക് അറിയാലോ. 10 അധ്യായമുള്ള ആ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതലാണ് എസ്രയെക്കുറിച്ച് എസ്രാ തന്നെ എഴുതുന്നത്. അപ്പോൾ അതർത്ഥം 6 അധ്യായങ്ങൾ തന്നെക്കുറിച്ചൊന്നും പ്രസ്താവിക്കാതെ 7-ാം അധ്യായത്തിലാണ് തന്നെക്കുറിച്ച് പറയുന്നത്. അർത്ഥാൽ ബാക്കിയുള്ള 10-ൽ ബാക്കിയുള്ള അവസാനത്തെ 4 അധ്യായങ്ങൾ മാത്രമുള്ളൂ ഈ ശാസ്ത്രയെക്കുറിച്ച്, ഈ എസ്രയെക്കുറിച്ച് തന്നെ കൊണ്ട് ദൈവാത്മാവ് എഴുതിക്കുന്നത്. സ്വന്തം ഞാനായിരുന്നെങ്കിൽ കർത്താവിനോട് ഞാൻ വഴക്കിട്ടേനെ. ഞാൻ പറഞ്ഞ, കർത്താവെ, ഇത്രത്തോളം ഞാൻ എന്നെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് ഈ പുസ്തകങ്ങളൊക്കെ എഴുതിച്ചിട്ട് എൻ്റെ സ്വന്തം പേരിലുള്ള എൻ്റെ പുസ്തകം എൻ്റെ പേരിലുള്ള സ്വന്തം പുസ്തകത്തിൽ എന്നെക്കൊണ്ട് എഴുതിച്ചിട്ട് അതിൽ 7-ാം അധ്യായം 6 അധ്യായം എന്നെക്കുറിച്ചൊന്നും പറയാതെ 7-ാം അധ്യായം മുതലേ എന്നെക്കുറിച്ച് പറയുന്നുള്ളൂ എന്ന് ഞാൻ കർത്താവിനോട് വഴക്കിട്ടേനെ. പക്ഷേ കൃപയുള്ള ആ കർത്തദാസൻ അത് ചെയ്യാതെ, സ്തോത്രം, തനിക്ക് മുമ്പ് ശുശ്രൂഷിച്ചവരെ മറക്കാതെ അവരുടെ ശുശ്രൂഷകളെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടും ദൈവത്തിന് പ്രവൃത്തി തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്തത്, സ്തോത്രം, അതിന് മഹത്വം നൽകിക്കൊണ്ടും സ്തോത്രം, ദൈവം തന്നെ കൊണ്ട് ചെയ്യിച്ചത് അത് ഒരു ഭാഗം മാത്രം എന്ന് വിശ്വസിച്ചുകൊണ്ട് താൻ അത് എഴുതി ഓർത്ത് അത് സ്തോത്രം ചെയ്യുന്നു. അതിനോട് കൂടെ ചെന്ന് സ്തോത്രം, ഇന്ന് ഞങ്ങൾ പോയ സഭയിൽ ദേവദാസൻ പാസ്റ്റർ അവിടെ പ്രസ്താവിച്ച അത് ഒരു കാര്യം, ശലോമോൻ രാജാവ് ദൈവം തന്നോട് നേരിട്ട് വന്ന് സ്വപ്നത്തിൽ ചോദിക്കാൻ, നിനക്ക് എന്ത് ഞാൻ തരണം?
നിനക്ക് ഞാൻ എന്ത് തരണം? ശലോമോൻ പറയാണ്, എനിക്കൊന്നും വേണ്ട, പക്ഷെ അങ്ങയുടെ ജനം, എന്നെ അങ്ങാണ് രാജാവാക്കിയത്. ആ അങ്ങയുടെ ജനത്തെ നയിക്കുവാൻ എനിക്ക് ആവശ്യമുള്ള ബുദ്ധിയും ജ്ഞാനവും നൽകണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചത്. അതിനെ തുടർന്ന് ദൈവം അവനെ അനുഗ്രഹിച്ചു. അതിനോട് കൂടെ നീ ഇത് മാത്രം ചോദിച്ചത് കൊണ്ട് ഞാൻ നിന്നെ ഇതിനോട് കൂടെ ചേർത്ത് ഭൗതിക നന്മകളാൽ നിറയ്ക്കും എന്ന് ദൈവം പറയുകയും ദൈവം അതുപോലെ ചെയ്യുകയും ചെയ്തു. സ്തോത്രം. കർത്തദാസന്മാരെ, അത് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി പോലും, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ എൻ്റെ മക്കൾക്ക് വേണ്ടി പോലും ഉള്ള ഒരു പ്രാർത്ഥനയല്ല, ഉപരിയായി നമ്മളെ ഏൽപ്പിച്ച ദൈവജനത്തിന് വേണ്ടി. അത് എങ്ങനെ ഉള്ളവർ ആയാലും, പിന്മാറ്റക്കാർ ഉണ്ടാകും, രോഗികൾ ഉണ്ടാവും, അത് മാറി നിൽക്കുന്നവരുണ്ടാവും, നല്ല കൃപ ഉള്ള ദൈവമക്കളുണ്ടാകും, പ്രവചനങ്ങൾ പറയുന്നവർ അല്ലെങ്കിൽ വെളിപ്പാടുകൾ കാണുന്നവരുണ്ടാകും. എല്ലാവർക്കും വേണ്ടി ഒരുപോലെ ആത്മഭാരത്തോടെ അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളെ സഭയുടെ ഇടയൻ ആക്കിയത്. തെറ്റിപ്പോകുന്നവരുണ്ട്, അവിടെ ആ തെറ്റിപ്പോകുന്നവരെ യോജിപ്പിച്ച് അവരെ കൂട്ടിവരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതേ നാം ഇടിവ് നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മറുവശത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ എസ്ര പറയാണ്, എസ്രയുടെ ആത്മഭാരം ഉണ്ടായിരുന്ന ദൈവവചനം, അതിലാണ് തൻ്റെ പ്രമോദം. അത് മറക്കാതെ ഇരുന്നുകൊണ്ട് അത് ദൈവം ഒരു കൂട്ടത്തെ തന്നോട് കൂടെ. അതുകൊണ്ടാണ് 7-ാം അധ്യായം കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കറിയുന്ന പ്രവചനം, അത് ഉപാസന വാക്യം താൻ പറയാണ്, ഞങ്ങൾക്ക് ഒരു നല്ല ശുഭയാത്ര ഉണ്ടാകേണ്ട, ഞങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ട, എനിക്കും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ കൂടെയുള്ള സകലർക്ക് വേണ്ടി, വിശ്വാസബോധത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന് ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. സ്വതം എസ്ര വീണ്ടും പറയുന്ന 8-ാം അധ്യായത്തിൽ പറയാണ്, അതേ രാജാവിനോട്, ദൈവത്തിന് തന്നെ അന്വേഷിക്കുന്നവർക്ക് തൻ്റെ കൈ അനുകൂലമായും തന്നെ അന്വേഷിക്കാത്തവർക്ക് വേണ്ടി തൻ്റെ കൈ പ്രതികൂലമായിരിക്കുന്ന ആ ദൈവത്തിലുള്ള ശക്തി, സ്തോത്രം, ആ ദൈവത്തിലുള്ള വിശ്വാസ നിമിത്തം ഞങ്ങൾ രാജാവിനോട് സഹായം ചോദിപ്പാൻ. എന്ത് സഹായം? ശത്രു ഭയത്തിൽ നിന്ന്, ശത്രുവിൻ്റെ പോരാട്ടത്തിൽ നിന്ന്, ഞങ്ങൾക്ക് എതിരായി വരുന്ന ശത്രുവും അതുപോലെ പതിയിരിപ്പുകാരുണ്ട്. ഈ വഴി യാത്രയിൽ ബാബലോണിൽ നിന്ന് യെരൂശലേമിലെ യാത്രയ്ക്ക് 5 മാസം കൊണ്ട് ദൈവം അത്ഭുതമായി അവരെ വഴി നടത്തി. പക്ഷേ ആ വഴിയിൽ പതിയിരിപ്പുകാരുണ്ട്, സ്തോത്രം, ശത്രുക്കളുണ്ട്. അവരിൽ നിന്ന് പിടിവിക്കാൻ വേണ്ടി രാജാവിനോട് ഒരു മനുഷ്യ സഹായം തേടിയില്ല. കാരണം അത് താൻ സ്വതം വിശ്വസിക്കുന്ന ദൈവം അഖിലാണ്ടത്തെ അല്ലെങ്കിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ, സമുദ്രത്തെ ഉണ്ടാക്കിയ, സകലത്തെ ഉണ്ടാക്കിയ ദൈവത്തിലാണ് തൻ്റെ ആശ്രയം ഉണ്ടായത്. ആ ദൈവം ചെങ്കടൽ വിഭാഗിച്ച് 40 ലക്ഷം ജനത്തെ വഴി നടത്തിയെങ്കിൽ ഈ ചെറിയ കൂട്ടത്തെ നടത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസനും ബലവാൻ ആകുന്നു എന്ന് എസ്ര പൂർണ്ണമായി വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? കണ്ട് വിശ്വസിച്ചല്ല. ഇന്ന് നമുക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് പല കാര്യം കണ്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ സ്വന്തം മീറ്റിങ്ങുകളുണ്ടോ പലതും കേട്ട് മനസ്സിലാക്കാം. പക്ഷേ അന്നകാലത്ത് ഇതൊന്നും ഇല്ലാത്തപ്പോൾ അത് കേൾവിയാൽ മാത്രം, വചനത്തിൽ എഴുതിയത് മാത്രം, ആത്മാവിൽ കണ്ടവരാണ് ഈ വിശ്വാസ ജീവിതം ജയകരമായി ജീവിച്ചത്. അബ്രാമിനെ വിടുവിച്ചതും മോശയെ വിടുവിച്ചതും അത് 40 ലക്ഷം ജനത്തെ വിടുവിച്ചത് ഇവരാരും കണ്ടില്ല. എന്നാൽ ആണ്ടുകൾക്ക് ശേഷം ആ വർത്തമാനം, ആ വിടുതലിൻ്റെ കരം അവരെ പുസ്തകത്തിൽ എഴുതി വെച്ചത്, അത് അവർ കണ്ണാലെ വായിച്ച് ആത്മാവിൻ്റെ കണ്ണിൽ അത് കണ്ട് ഉണർന്നവരാകിയ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്തദാസന്മാരെ, നമ്മുടെ സഭകളിൽ അതെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അത്ഭുതം കണ്ടിട്ടല്ല ജീവിക്കേണ്ടത്. ബൈബിളിൽ പഴയ നിയമത്തിൽ എഴുതപ്പെട്ട അല്ല, നമുക്ക് ലഭിക്കപ്പെട്ട പുതിയ നിയമത്തോട് കൂടെയുള്ള അതേ പൗലോസെ വിടുവിച്ച ദൈവം എന്നെ വിടുവിക്കും എന്ന വിശ്വാസമാണ് നമുക്ക് ആവശ്യം. ഞാൻ തന്നെ വിടുവിക്കപ്പെട്ടാലേ എനിക്കൊരു വിശ്വാസം വരത്തുള്ളൂ എന്നല്ല, ഉപരിയായി പുസ്തകത്തിൽ എഴുതി വെച്ച് ആ ഒരു വിശ്വാസം, ഇത് ജീവൻ്റെ വചനമാകുന്നു, ഇത് ജീവൻ്റെ ദൈവം എഴുതിയതാണ് എന്നുള്ള വിശ്വാസത്തോടെ നാം മുന്നേറുന്നെങ്കിൽ സ്വത്രം നമ്മുടെ സഭകൾ വളരെ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ എസ്രാ ശാസ്ത്രിയോട് പറയുന്നത്, ആ രാജാവിൻ്റെ സന്നിധിയിൽ സഹായം ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് ഞാൻ മനുഷ്യ സഹായം തേടുവാൻ ഞാൻ ലജ്ജിച്ചു, സ്തോത്രം. പക്ഷേ അങ്ങനെ ലജ്ജിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവസഭയിൽ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അതേ വിടുവിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ താൻ വിശ്വാസാൽ പറയാണ്, സ്തോത്രം. 8-ാം അധ്യായത്തിൻ്റെ വാക്യം ഞാൻ മറന്നുപോയി, എനിക്ക് എടുക്കാൻ സാവകാശമില്ലാത്തതുകൊണ്ടും സ്തോത്രം ആപ്പ് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിയുന്ന ഭാഗമാണല്ലോ. അവിടെ വചനത്തിൻ്റെ ആ വാക്യത്തിൻ്റെ അവസാനം എസ്രാ പറയുകയാണ്, യഹോവ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, സ്തോത്രം. അത് 5 മാസം മുമ്പേ തന്നെ, വിടുതൽ പ്രാപിക്കുന്ന മുമ്പേ തന്നെ താൻ പ്രഖ്യാപിച്ചു, യഹോവ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതും പ്രകാരം തന്നെ 1-ാം മാസം പുറപ്പെട്ട യാത്ര 5-ാം മാസം 1-ാം തീയതി അവർ യെരൂശലേമിൽ സുഖകരമായി എത്തി. ഒരു ശത്രു അവർക്ക് എതിരായി, ശത്രുക്കൾ എതിരിട്ടു. അതവിടെ പറയുന്നത്, ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പതിയിരിപ്പാന കയ്യിൽ നിന്നും യഹോവ ഞങ്ങളെ വിടുവിച്ചു.
സൈന്യങ്ങളുടെ യഹോവ, അത് സർവശക്തനായ ദൈവം അവൻ്റെ പ്രവൃത്തി എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഒരു ചെങ്കടലിനെ വിഭാഗിച്ച് ദൈവത്തിന് യോർദാൻ വന്നപ്പോൾ ദൈവം വീണ്ടും പ്രവൃത്തി ചെയ്തു. അതേസമയം അത് ഇടയന്മാർ മാറിയാലും, സഭകൾ മാറിയാലും, ആണ്ടുകൾ മാറിയാലും, കാലാവസ്ഥ മാറിയാലും, അപ്പനമ്മമാർ മാറിയാലും, സ്വത്രം അത് ഭാര്യ ഭർത്താക്കന്മാർ മാറിയാലും, മാറാത്തവനായി യേശു അന്ന് അത്ഭുതം ചെയ്തവൻ ഇന്നും നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭകൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്ത് കർത്താവ് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ എസ്തേർക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവുന്നത് പറയാണ്, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. മാത്രമല്ല ഈ ദേശത്ത് വന്നപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ താൻ മുഖാന്തരം ചെയ്യുകയും ചെയ്തു. അതിൽ ഇത്രയും സ്വസ്ഥത ലഭിച്ചിട്ട് സമാധാനത്തിൽ വന്നിട്ടും ഈ ജനം തെറ്റിപ്പോയി എന്നാണ് ഏറ്റവും വലിയ വിഷയം. 9ഉം 10ഉം അധ്യായങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്ന സ്വത്രം താൻ വീണ്ടും ദൈവസേന കരയേണ്ടി വന്നു. എന്തിനു വേണ്ടി? ആദ്യം കരഞ്ഞത് ഒരു വിടുതലിന് വേണ്ടിയാണ്, ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുഭയാത്രയ്ക്ക് വേണ്ടി. താൻ 8ാം അധ്യായത്തിൽ കരഞ്ഞപ്പോൾ, ഉപസിച്ചപ്പോൾ തന്നോട് കൂടി ജനമുണ്ടായിരുന്നു. പക്ഷേ 9ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നത് അത് ലേവ്യർ എന്ന് പറയുന്നവർ, വിശുദ്ധന്മാർ എന്ന് പറയുന്നവർ, വേർതിരിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ ആലയത്തിന് പണിക്ക് വേണ്ടി, ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി ദൈവം തിരിച്ച ലേവ്യജനം, പുരോഹിതന്മാർ എന്ത് ചെയ്തു? അവർ അവിടെയുള്ള ജാതികളായിട്ട് ഇടകലർന്നു. പ്രൈസ് ദി ലോർഡ്. അവർ കുറേ നാളുകളായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. അവിടെ ഇവിടെ വന്നപ്പോഴും, സ്വന്തം രാജ്യത്ത് വന്നപ്പോഴും അവർ ഇടകലർന്നു. സ്തോത്രം. ദൈവമക്കളെ, അതിനുവേണ്ടി താൻ ഇരുന്ന് നിന്ന് കരഞ്ഞു. ദൈവം ഒരു വിടുതൽ കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് അത് കർത്താവിൻ്റെ ആത്മാവി ദിവസങ്ങൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ, കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ, അങ്ങയുടെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ മറക്കാതെ ദൈവസന്നിധി വിശ്വസ്തയോടെ ധൈര്യത്തോടെ ഓടുവാൻ, പോരാടുവാൻ ദൈവാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് സമയം നൽകിയ ദേവദാസന്മാരോടും അതേ സ്വതന്ത്രം പ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കർത്താവ് അതേ സ്വതന്ത്രം കൂടിയിരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് എനിക്ക് ശേഷം അതേ വചനം സംസാരിക്കും, ശക്തിയോടെ സംസാരിക്കുന്ന കർത്താദാസൻ രാജപാസനായ സ്വതന്ത്രം ചെയ്ത കർത്താവിൻ്റെ ആത്മാവ് തന്നെയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവനാമം മഹത്വം കൊടുക്കുമാറാകട്ടെ. ദേവദാസൻ രാജേഷിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കാണാതെ പോയ ആടിനെ പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ